എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പായസങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും തയ്യാറാക്കാവുന്ന സേമിയ പായസമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒരു സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട് സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ സേമിയ പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പായസം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാത്രമോ അല്ലെങ്കിൽ ചൂടുകട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം സ്റ്റവിലൊന്ന് ചൂടാക്കാനായി വെക്കാം. പാത്രം ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഈ നമുക്ക് 100 ഗ്രാം അളവിൽ പഞ്ചസാര എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിന്റെ അടിയിലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. കൂടുതൽ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഏകദേശം 1 മിനിറ്റ് ആയപ്പോഴേക്കും പഞ്ചസാരയുടെ കളറെല്ലാം മാറി ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി ബാക്കിയുള്ള പഞ്ചസാര കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയെല്ലാം നന്നായി അലിഞ്ഞ് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കിട്ടും വരെ മാത്രം ഇളക്കി കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ഷുഗർ കാരമലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇതിലേക്ക് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ നമ്മൾ ടേസ്റ്റ് ബാലൻസിനായിട്ട് ചേർക്കുന്ന ഒരു നുള്ളു ഉപ്പ് പിന്നീട് ചേർക്കേണ്ട ആവശ്യമില്ല. ബട്ടറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നാലും ബട്ടർ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ബട്ടർ ഒന്ന് അലിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മധുരത്തിനായിട്ട് ഇതിന് പകരം ആദ്യം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത സമയത്ത് കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതിയാവും. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഉടനെ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് യോജിച്ച് ഇതുപോലെ ഒന്ന് കുറുകി കിട്ടണം. എല്ലാം ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കാനുള്ളത്. 1.25 കപ്പ് സേമിയയ്ക്ക് 1.5 ലിറ്റർ പാലും കൂടെ തന്നെ പായസം തയ്യാറായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തൊന്ന് ഡൈലൂട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഷുഗർ കാരമലൈസ് എല്ലാം പാലിലേക്ക് പെട്ടെന്ന് തന്നെ നലിഞ്ഞു കിട്ടാനായിട്ട് പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് എല്ലാം പാലിലേക്ക് ഒന്ന് അലിഞ്ഞു ചേർന്ന് പാലൊന്ന് തിളച്ച് കിട്ടും വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാലിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് 1.25 കപ്പ് അളവിൽ വറുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് വറുക്കാത്ത സേമിയ ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. സേമിയ ചേർത്ത് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ സേമിയ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാലൊന്ന് കുറച്ച് കുറുകി സേമിയ എല്ലാം പാലിൽ കിടന്നൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടണം. സേമിയ പായസം തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം കട്ടിയിലാണ് നമുക്ക് പായസം വേണ്ടത് അത്ര കട്ടിയാവും വരെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാതെ അതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ പായസം തയ്യാറായി കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും പായസം കൂടുതൽ കുറുകി പോവും. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് സേമിയ എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്ന് പാലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടി മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുത്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പായസത്തിന്റെ മുകളിൽ പാട കെട്ടാതിരിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ കാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്